ഹായ് ഫ്രണ്ട്സ്, യു.പി. മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥിനെതിരെയുള്ള പടപ്പുറപ്പാട് ഒരു ദിവസം കണ്ട് പൊട്ടിമുളച്ചതല്ല. കുറെ കാലമായി നീറിപ്പൊകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ലോക്സഭാ ഇലക്ഷനിലുണ്ടായ ദയനീയമായ പരാജയം ആ എതിർപ്പിന് ആക്കം കൂട്ടി. ഒരു നിമിഷം പിന്തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ ഓർക്കണം, ഈ യോഗി ആദ്യമായി യു.പി. മുഖ്യമന്ത്രിയാവുന്നത് ഇലക്ഷൻ നയിച്ചുകൊണ്ടായിരുന്നില്ല. ബി.ജെ.പിക്ക് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആ നിയമസഭാ സാമാജികരിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാതെ ഒരു സന്യാസിയെ ആ പണി ഏൽപ്പിച്ചു മുഖ്യമന്ത്രി പദം. അത് RSSന്റെ ലോങ് ടേം പ്ലാന്റെ ഭാഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദറിന് ശേഷം RSS മുൻപിൽ കാണുന്ന ഭാവി പ്രധാനമന്ത്രിയാണ് ശ്രീ യോഗി ആദിത്യനാഥ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതായത് പ്രധാനമന്ത്രിക്കെതിരെ BJP നേതൃത്വത്തിലും RSSൽ പ്രത്യേകിച്ചും ശക്തമായ എതിർപ്പ് വളർന്നു വരുന്നുണ്ട്. അതായത് അദ്ദേഹം തന്നെ വിശ്വഗുരുവായിട്ടും ദേവസ്ഥാനീയനായിട്ടും ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടും ഒക്കെ സ്വയം അവരോധിക്കുമ്പോൾ കാര്യത്തിൽ പലർക്കും ശക്തമായ എതിർപ്പുണ്ട്. അങ്ങനെ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിക്കുവാൻ പലർക്കും താല്പര്യമില്ല, പ്രത്യേകിച്ചും RSSന്. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് ശക്തമായ എതിർപ്പ് RSSൽ ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള പ്രതിവിധിയായിട്ടാണ് RSS യോഗി ആദിത്യനാഥിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യു.പിയിൽ ഡൽഹിയിലേക്ക് വരാതിരിക്കാൻ BJP നേതൃത്വത്തിലെ ചില ചരട് വലിച്ചില്ലേ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അങ്ങനെ ചിന്തിച്ചാലും തെറ്റു പറയാനാവുകയില്ല. രാഷ്ട്രീയമല്ലേ, എന്ത് സംഭവിക്കാം. പക്ഷെ നമ്മൾ വളരെ കൗതുകത്തോടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. യു.പി ഭരിക്കേണ്ടതാരാ? ഒരു രാഷ്ട്രീയക്കാരൻ. പക്ഷേ ഭരണമാരെ ഏൽപ്പിച്ചത് ഒരു സന്യാസിയെ. അപ്പോ സന്യാസിമാര് രാഷ്ട്രീയക്കാരന്റെ പണി ചെയ്യുമ്പോൾ സന്യാസിമാരുടെ പണി ആരാ ചെയ്യേണ്ടത്? രാഷ്ട്രീയക്കാര്. ഒരു ഉദാഹരണം എടുക്കുക. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒരു പൂജാരിയുടെ പണിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത്. അതേസമയം പാർലമെന്റ് ഉദ്ഘാടനം അത് പ്രധാനമന്ത്രി ചെയ്യേണ്ടതാ. അതാരാ നിർവഹിച്ചത്? ആ ചെങ്കോൽ സ്ഥാപിച്ചതൊക്കെ ഏതോ സന്യാസിയാ. ഇതാണ് ശ്രീ നരേന്ദ്ര ദാമോദറിന്റെ ഇന്ത്യ. ഇവിടെ ഇങ്ങനെയൊക്കെയാ വായി. അതേ ഉള്ളൂ അതിനുള്ള വിശദീകരണം. ഏതാണെങ്കിലും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ശ്രീ കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു വിഭാഗം യോഗിക്കെതിരെ അണിനിരന്നു കഴിഞ്ഞു. ഇതിന് ദൂരവ്യാപകമായ ഫലം ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയം പറയാം. നമ്പർ 1, മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് ഇതോടെ നിലയ്ക്കാൻ പോവുകയാണ്. അതിലുപരി കാശ് കൊടുത്ത് MLAമാരെ MP മാരെ സ്വായത്തമാക്കുന്ന BJPയുടെ ആ പദ്ധതിക്ക്, ആ അടവ് നയത്തിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇതിന്റെ പ്രതിഫലനങ്ങൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ തീർച്ചയായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അത് ദേശീയ രാഷ്ട്രീയത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഏതാണെങ്കിലും അനന്തരഫലം കാത്തിരുന്ന് കാണാം.